സംസ്ഥാനത്ത് ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കും. ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സ്റ്റെഫിൻ, ജൂൺ 3-ന് കുരുന്നുകൾ അധ്യയനത്തിലേക്ക് പോവുകയാണ്. സ്കൂളുകൾ വീണ്ടും ശബ്ദമുഖരിതമാകുന്നു. എന്തൊക്കെ ഒരുക്കങ്ങൾ, എന്തൊക്കെ നിർദ്ദേശങ്ങൾ യോഗത്തിൽ വിലയിരുത്തപ്പെട്ടു? പ്രജീഷ്, സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഒരു അവലോകന യോഗമാണ്, ഉന്നതതല യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, അതോടൊപ്പം തന്നെ മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ്, അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട ഉന്നതതല ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഏറ്റവും പ്രധാനമായും ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളുകളുടെ ഒരു നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കുറച്ച് നാൾ, ഒരു മാസം ആയി അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളുകൾ വൃത്തിയാക്കണം. അതോടൊപ്പം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി തന്നെ നടത്തണം. കുട്ടികളുടെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തതുകൊണ്ട് പഴയ ഈ പരിസരമൊക്കെ തന്നെ വൃത്തിയാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്ക് മികച്ച സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ, ഇനി ഒരു മാസം മാത്രമേ ഉള്ളൂ, ഒരുക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ നീക്കം ചെയ്യുക. ഈ അറ്റകുറ്റപ്പണി ആവശ്യമുള്ള ഫർണിച്ചറുകൾ, ബെഞ്ച്, ഡെസ്ക് തുടങ്ങിയവയൊക്കെ തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് ഇന്ന് ഉന്നതതല യോഗത്തിൽ ഉയർന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി പോലീസിനും എക്സൈസിനും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഉന്നതതല യോഗത്തിൽ ഒരു അത്തരം ചില കാര്യങ്ങളും ഈ രണ്ട് വിഭാഗങ്ങൾക്ക് കൂടി നൽകിയിട്ടുണ്ട്. അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ലഹരി അടക്കമുള്ള കാര്യങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയാൻ വേണ്ടി പ്രത്യേകമായി ഉള്ള പരിശോധനകൾ അടക്കം നടത്തണമെന്നുള്ള നിർദ്ദേശവും ഈ ഉന്നതതല യോഗത്തിൻ്റെ ഭാഗമായി ഉയർന്നു.